ഹായ് ഹലോ കേതൻ്റെ ഏതെന്തൊടത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കല്ലേ. നമ്മളെല്ലാവരും കൂടി ഇന്നൊരിടത്തേക്ക് പോവാണ്. ഇങ്ങനെ ഫാമിലി ആയിട്ടാണ് കേട്ടോ. ഞാന്, ചാച്ചൻ, അനുശേട്ടൻ, കാശി, കേതപ്പൻ, കുട്ടൻ, തുമ്പി, നിച്ചപ്പി. അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ്റെ നാടായ തെന്മലയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ. തലേന്ന് പ്ലാൻ ചെയ്തെങ്കിലും മഴ ഉണ്ടെങ്കിൽ പോവില്ല, മഴ ഇല്ലെങ്കിലേ പോകുന്നാ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ പുനലൂരൊക്കെ എത്താറായിട്ടുണ്ട്. അങ്ങനെ പുനലൂർ എത്തി. ഇനി ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. പുറത്തു പോയാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയല്ലേ ഇറങ്ങൂ. അങ്ങനെ എല്ലാവരും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ തൂക്കുപാലത്തിലേക്ക് പോയി. തൂക്കുപാലം കാണാൻ അവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഇവിടെ ഇറങ്ങാറുണ്ട്. നല്ല രസം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. വെയിലിന് മുമ്പാണെങ്കിലേ രസമുള്ളൂ, വെയിലായി കഴിഞ്ഞാൽ ഒരു രസമില്ല കേട്ടോ കാണാൻ. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണിത്. കല്ലടയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിന് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന തൂക്കുപാലം എന്ന പ്രത്യേകതയും ഉണ്ട്. 1877 നിർമ്മാണം പൂർത്തിയായ ഈ പാലം 1880 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. മലകളും കുന്നുകളും ഒക്കെ കണ്ടാൽ പിന്നെ വല്ലാത്തൊരു ഫീലാണ്. പുനലൂര് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അടുത്തെങ്ങും വണ്ടി നിർത്താറില്ല, നേരെ ലോക്കൗട്ടിലേ വണ്ടി നിർത്താറുള്ളൂ. അവിടെ ചെന്നിട്ടാണ് വീണ്ടും ഒരു വിശ്രമം. അവിടെ ചെന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ കണ്ടു പോയി നമ്മൾ ലോക്കൗട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് നിന്ന് നമ്മൾ തെന്മല ഡാമിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും, ഷട്ടറൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഒരിക്കൽ പോയപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയുള്ള പാലത്തിൽ കൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴയായതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. മാത്രമല്ല പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്, അവരെയും കൊണ്ടൊക്കെ അങ്ങോട്ട് പോയാൽ അത്ര ശരിയാവില്ല. അങ്ങനെ അതൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസം. പക്ഷെ അതൊക്കെ കണ്ട് നമ്മൾ ചെല്ലുന്നത് വീണ്ടും താമസിക്കും. വെളുപ്പിനെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിലേക്ക് പോവാണ്. പപ്പ കേതപ്പനെ എടുത്തേക്കാണ് കേട്ടോ. ക്രോസ് ചെയ്യാൻ അപ്പോൾ നന്നായിട്ട് വണ്ടി വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ സൂക്ഷിച്ചിറങ്ങണം. അങ്ങനെ വീണ്ടും ഈ യാത്ര തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് 13 കണ്ണറ പാലം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മിക്ക സിനിമകളിലും നമ്മളിത് കണ്ടിട്ടുണ്ടാവും. മലയാള സിനിമയേക്കാൾ കൂടുതൽ തമിഴ് സിനിമകളിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. ഇത് അച്ഛൻ്റെ വീടിന് അടുത്തായിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് നമ്മൾ വീട് എത്താറായല്ലോ എന്നുള്ളൊരു ഞങ്ങൾക്ക് മനസ്സിലൊരു തോന്നലുണ്ടാകുന്നത്. കാര്യം നമുക്ക് വഴി അത്ര തിട്ടയില്ലല്ലോ, എത്ര പോയെന്ന് പറഞ്ഞാലും. എനിക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തുരുട്ടിയിൽ ആദ്യം കൊച്ചിൻ്റെ വീട്ടിലാണ് ചെല്ലുന്നത്. അവിടെ കൊച്ചിൻ്റെ വീടിൻ്റെ മുകളിൽ ഭാഗത്തൂടാണ് നമ്മുടെ ഈ റെയിൽവേ പാളമൊക്കെ പോകുന്നത്. അങ്ങനെ അവർ സൺഡേ ആയത് കാരണം അവരെല്ലാം കടയിലായിരുന്നു. അവിടെ സൺഡേ ആണ് കൂടുതലും കച്ചവടമൊക്കെ നടക്കുന്നത്. ഇത് കുഞ്ഞൊരു കടയാണെങ്കിൽ ഇത് മൊത്തം സാധനം, ഇതിനകത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കൊള്ളുന്ന അത്രയും സാധനമുണ്ട്, നിന്ന് തിരിയാൻ സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് കുഞ്ഞമ്മയും അമ്മും കൂടി ഞങ്ങൾക്ക് ഫ്രൂട്ടിയും മിറണ്ടയൊക്കെ കൊണ്ടു തന്നു, സ്പ്രൈറ്റൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ കേതപ്പനും നീച്ചാപ്പിനും നന്നായിട്ട് ഗുസ്തി ഇടുന്നുണ്ട്. അവർ രണ്ടും കൂടെ അവിടെ ഇരിക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യാണ്. അതിനിടയ്ക്ക് എന്നെ കൊച്ചിനും പൊന്നും കുഞ്ഞമ്മയും എല്ലാം കളിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊന്നും ആകാത്ത യൂട്യൂബറല്ലേ, അതിൻ്റെ പെരുമാറിയാണ് അവരുടെ കളിയാക്കൽ. അടുത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വല്യച്ഛൻ്റെ വീട്ടിലേക്ക്. അവിടുന്ന് കുറച്ച് വന്നിട്ട് പിന്നെ മേളോട്ട് കയറണം. ഈ കയറ്റമൊക്കെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. നമ്മളിങ്ങനെ നിരപ്പിലൂടെ നടന്നവർക്ക് പിന്നെ കയറ്റം കയറുമ്പോഴേ നല്ല അണപ്പാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരിയായിട്ട് പോകുക. അതുകൊണ്ട് നമ്മൾ മുകളിലൂടെ കോട പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, മലയ്ക്ക് മുകളിലൂടെ. നല്ല രസം അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. അങ്ങനെ നമ്മൾ വല്യച്ഛൻ്റെ വീട്ടിലേക്ക് എത്തിയില്ലെന്നായി. ഇനി ആ കയറ്റവും കൂടെ കയറി കഴിഞ്ഞാൽ വല്യച്ഛൻ്റെ വീട്ടിലെത്തി. അങ്ങനെ അവിടെ ഒരു ചെമ്പരത്തിയൊക്കെ, പഴയകാല ചെമ്പരത്തിയാണ്, നമുക്കിപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ വല്യച്ഛനും വല്യമ്മയൊക്കെ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. നിച്ചാപ്പി ചെന്നപ്പോഴേ വല്യച്ഛൻ്റെ കൈ കേട്ട് പറയാം, ചിക്കൻ്റെ മണം ഉണ്ടെന്ന്. അവിടെ ഒരു കുഞ്ഞി പൂച്ചയൊക്കെ ഉണ്ട്. അങ്ങനെ പൂച്ചയോടൊക്കെ ചെറിയ കുശലം ചോദിച്ചു. അത് കടിക്കുന്നു കണ്ടപ്പോൾ നമ്മളിങ്ങ് പിന്മാറി കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നിച്ചാപ്പിയുടെ ചോദ്യം കേട്ടപ്പോഴേ വല്യമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചു. കപ്പയും ചിക്കനും ആയിരുന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിച്ച് അവന്മാർക്കും കൊടുത്തിട്ട് അടുത്ത പരിപാടിക്ക് ഇറങ്ങി. തൊട്ട് മുമ്പിലെ തോട്ടിലൂടെയാണ് ഈ വെള്ളം പോകുന്നത്. ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവരൊക്കെ പറയും വെള്ളത്തിൽ ഇറങ്ങണ്ട, നല്ല ഒഴുക്കുണ്ടെന്നൊക്കെ. അവിടെ നിന്ന് നേരെ കൊച്ചിൻ്റെ വീട്ടിൽ വന്നു. കൊച്ചിന് ഇല്ല, കൊച്ചൻ ഗൾഫിലാണ്. കുഞ്ഞമ്മ ഉള്ളായിരുന്നു. കുഞ്ഞമ്മയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്പനാട് പോകണമെന്നായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും നല്ല ലേറ്റായി. ഇനി അമ്പനാട്ട് പോയിട്ട് കാര്യമില്ല, ആനയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മയും ഞങ്ങൾക്ക് ലഞ്ചൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് കഴിക്കാൻ അപ്പോൾ പറ്റിയില്ല. പിന്നെ തിരികെ വന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അവിടെ ബിരിയാണി ആയിരുന്നു, ഫ്രൈഡ് റൈസും ചിക്കനും. ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു.
ഫ്രൈ ഒക്കെ ഒന്ന് പൊക്കി നോക്കിയിട്ട് നമ്മളങ്ങ് പോരുന്നു കേട്ടോ. അമ്പ്രാട് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഫ്ലോറൻസിലോട്ട് പോയി. അമ്പ്രാട് പോകണേ രാവിലെ പോകണം. നമ്മൾ പോയപ്പോഴേ ലേറ്റ് ആയിപ്പോയി. അപ്പം നല്ല കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലോറൻസിലാണ് പോയത്. അവിടെ കുറേ രസമാണ് കാണാൻ. ഇതൊക്കെ പൈനാപ്പിളിലാണ് ഇങ്ങനെ നിരനിരയായിട്ട് നട്ടേക്കുന്നത് കൂടുതലും. കണ്ടില്ലേ? നല്ല രസമാണ് പൈനാപ്പിളിൻ്റെ ഇത് കാണാൻ. നല്ല വിളവെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല കാറ്റായിരുന്നു ഞങ്ങൾ ചെന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ പേടിയുണ്ട്, ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെല്ലുന്നതിൻ്റെ തലേന്ന് അവിടെ ചെറുതായിട്ട് ഉരുൾപൊട്ടലല്ല മണ്ണൊലിച്ചിറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു റോഡിലേക്ക്. അതിൻ്റെ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ മുകളിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. ഇവിടെ വെച്ച് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേതപ്പനൊക്കെ എന്തായിരുന്നു സന്തോഷം എന്നറിയോ. അവൻ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. നല്ല കാറ്റത്ത് നിൽക്കാൻ പറ്റില്ല, പറന്നു പോയി. ഞങ്ങളൊക്കെ കളിയാക്കായിരുന്നു കേതപ്പം പറന്നു പോകരുതെന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അധികം ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല, കേതപ്പം സമ്മതിച്ചില്ല. തുമ്പിക്കുട്ടനൊക്കെ ഫോട്ടോസ് എടുത്തു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അതാ ഒരു അമ്പലത്തിൽ മന്ദിരമാണ് മയിൽ നിൽക്കുന്നു. പിന്നെ അതിനെയൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി. വലിയ വെള്ളച്ചാട്ടം അപ്പുറത്തുണ്ട്, അവിടെ ഒന്നും പോകാൻ പറ്റില്ല, ലേറ്റ് ആയിപ്പോയി. ഇപ്പം തന്നെ 3 മണിയോളം ആയായിരുന്നു. അങ്ങനെ ഇവന്മാരെയൊക്കെ ചെറുതായിട്ടൊന്ന് കുളിപ്പിച്ചു. അകത്തോട്ട് കയറ്റി വിടുന്നില്ല, കുളിക്കാൻ സമ്മതിക്കില്ല, നല്ല വഴുക്കലുണ്ട്, അതുകൊണ്ട് കയറ്റി വിടത്തില്ലെന്ന് അവിടുത്തെ ആൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവന്മാരെ പിന്നെ ഇങ്ങ് മാറ്റി ഇരുത്തിച്ചിരി നേരം കളിപ്പിച്ചു. മേലോട്ട് കയറി പോകാൻ പറ്റില്ല. അവന്മാരൊരു കാരണവശാലും വെള്ളത്തിൽ നിന്ന് കയറത്തില്ല. എന്ത് പാടുപെട്ടെന്നറിയോ അവന്മാരെ വെള്ളത്തിൽ നിന്ന് കയറ്റാൻ. അവന്മാരുടെ പാമ്പീസൊക്കെ വീർത്തൊരു പരുവായി. പിന്നെ അതെല്ലാം കെട്ടി നമ്മളിങ്ങ് വീട്ടിൽ കൊണ്ടുപോരുന്നു. പിന്നെ കുറച്ച് നേരം നല്ല ഒഴുക്കുണ്ട് അവിടെ. ഇവിടെ തോട്ടിലിറങ്ങി, തോടിലല്ലോ ആറ്റിലിറങ്ങി. അങ്ങനെ അവിടെ നിന്നെല്ലാം നമ്മൾ പതുക്കെ യാത്ര പറയുകയാണ്. ഇനി വീട്ടിൽ പോകാനുള്ള സമയമായി. കാര്യം ഇപ്പോഴിറങ്ങിയാൽ നമുക്കൊരു രാത്രി ആകുമ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും കുഞ്ഞമ്മ എടുത്തു വന്നു. അവിടെ വെച്ചിരുന്ന ബിരിയാണി നമ്മളെടുത്ത് കഴിച്ചിട്ടാണ് പോയത്. കാര്യം കുഞ്ഞമ്മയ്ക്ക് ഇത് വിഷമം വരരുത്, നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടും വരരുതല്ലോ. നമ്മൾ കഴിക്കാൻ തരുന്നതൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് അവരെന്നെ ഹായ് കാണിക്കുന്നു. ഇവർ എന്നെക്കൊണ്ട് തോറ്റെന്നാണ് പറയുന്നത്. കാര്യം യൂട്യൂബർ അതും പറഞ്ഞ് നടക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അങ്ങനെ അവിടുന്ന് ടാറ്റ പറഞ്ഞിറങ്ങി. യാത്ര പറയുമ്പോൾ എപ്പോഴായാലും ഒരു വിഷമമാണല്ലോ. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞു. പിന്നെ വന്നു വല്യച്ഛൻ്റെ അടുത്തും കയറി വല്യച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങി. ഇനി കൊച്ചച്ഛനോട് യാത്ര പറയണം. ആദ്യം കയറിയ വീടില്ലേ അവിടെ ചെന്നു. അമ്മു, കുഞ്ഞമ്മ, കൊച്ചച്ഛൻ ഇവരോടെല്ലാം യാത്ര പറഞ്ഞിട്ടിറങ്ങി. 2 പഴക്കൊലക്കിടയിൽ 2 വാഴകൾ നിൽക്കുന്നത് പറയുന്നുണ്ട്. പക്ഷേ കൊച്ചച്ഛനും മോനുമായി പോയില്ലേ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ലതായിട്ട് കോട വരുന്നുണ്ട്. അങ്ങനെ കോടമഞ്ഞൊക്കെ കണ്ടു. ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും 13 കണ്ടറ പാലം കണ്ട് നമ്മൾ തിരികെ പോരുമ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റ.